ഈ നഗരസഭ വ്യത്യസ്തമാക്കുന്നത് ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പരിപാടി കഴിഞ്ഞ 4 കൊല്ലം ഈ പെരിന്തൽമണ്ണയിൽ ഈ ഭരണസമിതിക്ക് ഒന്ന് കാണിച്ചു തരാൻ, ഇവിടുത്തെ ജനങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോർട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് DMO നഗരസഭയ്ക്ക്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കര ഫ്ളാറ്റിലെ മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നഗരസഭ ആവിഷ്കരിച്ച പദ്ധതിയിൽ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നല്ലാതെ ഒരു പദ്ധതിയും ഇന്നേവരെ പൂർത്തിയാക്കിയ ചരിത്രം ഈ ഭരണസമിതിക്കില്ലെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തട്ടിപ്പ് പരിപാടികൾ നടത്തുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പച്ചിരി ഫാറൂഖ് പറഞ്ഞു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഒലിങ്കര ഫ്ളാറ്റിലെ മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പെരിന്തൽമണ്ണ നഗരസഭ ആവിഷ്കരിച്ച സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതി നടപ്പിലാവുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. അധികാരത്തിൽ കയറി 4 വർഷമായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു പദ്ധതി പൂർത്തിയാക്കിയ ചരിത്രം ഈ ഭരണസമിതിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പച്ചിരി ഫാറൂഖ് രൂക്ഷഭാഷയിൽ കുറ്റപ്പെടുത്തി. ഫ്ളാറ്റിലെ പ്രശ്നത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതിനായി ഒരു തട്ടിപ്പ് കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 3 വർഷമായിട്ട് അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് അടിയന്തരമായിട്ട് ഇന്നലെ കൗൺസിൽ യോഗം വിളിച്ച് അവിടുത്തെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഏത് കാലത്ത് നടക്കും, എപ്പോൾ നടക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. ആ ഒരു ഒട്ടനവധി പദ്ധതികൾ ഇതേപോലെ കഴിഞ്ഞ ഭരണസമിതി ഏറ്റെടുത്ത് അന്ന് മുതൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും, അതിൻ്റെ മേലത്തെ മാസം ഉദ്ഘാടനം ചെയ്യും. ഒരു പദ്ധതി പോലും ഈ 4 കൊല്ലക്കാലമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ അത് ഇന്നലെ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. അത് താമസിക്കുന്ന ആളുകളുടെ പ്രക്ഷോഭം ഇവിടെ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. അത് തണുപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു കൊല്ലം കഴിഞ്ഞാൽ നഗരസഭ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അവരെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു തട്ടിപ്പ് കൗൺസിൽ യോഗം ചേർന്ന് പദ്ധതി പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷത്തോളമായി ഫ്ളാറ്റിലെ ജനജീവിതം ഈ വിധം ദുസ്സഹമായി തുടരുകയാണെന്നും കക്കൂസ് മാലിന്യം ഫ്ളാറ്റുകൾക്ക് ചുറ്റും പരന്നൊഴുകുമ്പോൾ ഒരു താൽക്കാലിക പരിഹാരം കണ്ടെത്തി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പോലും ഒരുക്കാതെ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ നഗരസഭാ അധികൃതർ പൊടിയിടുകയാണെന്നും പച്ചിരി ഫാറൂഖ് പറഞ്ഞു. ഈ വിഷയത്തിൽ പിന്നോട്ടില്ലെന്നും വേണ്ടിവന്നാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് മുന്നിലും ജില്ലാ കളക്ടർക്ക് മുന്നിലും സമരവുമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അംഗീകാരം കിട്ടി അത് പദ്ധതി പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം സമയമെടുക്കും. പദ്ധതികളൊക്കെ വരുന്നുണ്ട്, നടപ്പിലാവുന്നുണ്ട്, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നഗരസഭയുടെ എല്ലാ നഗരസഭയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ നഗരസഭ വ്യത്യസ്തമാക്കുന്നത് ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. കുറേ കൗൺസിലിൽ കൂടുമ്പോൾ ഇങ്ങനെ പറയും, ജനങ്ങൾ അവിടെ വലിയ പരിപാടികൾ വരുന്നുണ്ട്, ഇവിടെ വലിയ പരിപാടികൾ വരുന്നുണ്ട്. ഒരു പരിപാടി കഴിഞ്ഞ 4 കൊല്ലം ഈ പെരിന്തൽമണ്ണയിൽ ഈ ഭരണസമിതിക്ക് ഒന്ന് കാണിച്ചു തരാൻ, ഇവിടുത്തെ ജനങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ ഒരു തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ ഒതുങ്ങുകയാണ് ഈ ഭരണ സംവിധാനം. ഒലിങ്കര ഫ്ളാറ്റിൽ സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ ദിവസം അടിയന്തര കൌൺസിൽ ചേർന്നാണ് നഗരസഭ അംഗീകാരം നൽകിയത്. 3.5 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് അക്വാ ടെക്നിക്സ് എന്ന കമ്പനിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു പദ്ധതിയും നടപ്പിലാക്കിയ ചരിത്രമില്ലാത്ത ഭരണസമിതി ഇത് നടപ്പിലാക്കുമോ എന്ന് കണ്ടറിയണമെന്നാണ് പ്രതിപക്ഷ ഭാഷ്യം. അതുവരെ ഫ്ളാറ്റിലുള്ളവർക്ക് ജീവിക്കാൻ താൽക്കാലിക പരിഹാരമെങ്കിലും ഒരുക്കണമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.